എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു. ഇന്നെല്ലാവരും ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ചെയ്യുക. 2025 ഓഗസ്റ്റ് 21 ചിങ്ങം 5 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തൂ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യതടസ്സം, മനപ്രയാസം, ഇച്ഛാഭംഗം, അപകടഭീതി, അഭിമാനക്ഷതം, കലഹം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യവിജയം, അംഗീകാരം, ആരോഗ്യം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ശത്രുക്ഷയം, ദ്രവ്യലാഭം ഇവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യപരാജയം, നഷ്ടം, മനപ്രയാസം, യാത്രാപരാജയം, അലച്ചിൽ, ചിലവ് ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു. ഇച്ഛാഭംഗം, അഭിമാനക്ഷതം, കലഹം, മനപ്രയാസം ഇവയ്ക്കും സുഹൃത്തുക്കൾ വാക്കുപാലിക്കാതിരിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യതടസ്സം, ഇച്ഛാഭംഗം, മനപ്രയാസം, യാത്രാതടസ്സം, ധനതടസ്സം, അലച്ചിൽ ഇവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നുണ്ട്. ചിലവ്, യാത്രാപരാജയം ഇവയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യതടസ്സം, ഇച്ഛാഭംഗം, യാത്രാതടസ്സം, ധനതടസ്സം, അലച്ചിൽ ഇവയ്ക്കും സ്വസ്ഥതക്കുറവ്, കായിക പരാജയം, ഉദരവൈഷമ്യം, ദ്രവ്യനാശം, മനപ്രയാസം എന്നിവയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, കായിക പരാജയം, ഉദരവൈഷമ്യം, ദ്രവ്യനാശം, മനപ്രയാസം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യതടസ്സം, ഇച്ഛാഭംഗം, അഭിമാനക്ഷതം, കലഹം, മനപ്രയാസം ഇവയ്ക്കും സുഹൃത്തുക്കൾ വാക്കുപാലിക്കാതിരിക്കാനും സാധ്യതകൾ കാണുന്നു. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാനുള്ള സാധ്യതകളുണ്ട്. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, നഷ്ടം, യാത്രാതടസ്സം ഇവയ്ക്കും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് കാര്യതടസ്സം, കലഹം, ഇച്ഛാഭംഗം, ദ്രവ്യനാശം, അഭിമാനക്ഷതം, മനപ്രയാസം ഇവയ്ക്കും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും സാധ്യതകൾ കാണുന്നു. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം, മത്സരവിജയം, അംഗീകാരം, ആരോഗ്യം, സ്ഥാനക്കയറ്റം, ഉപയോഗ സാധന ലാഭം ഇവയെല്ലാം കാണുന്നുണ്ട്. പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും വായ്പാ ശ്രമങ്ങൾ വിജയിക്കാനും ഉല്ലാസയാത്രകൾക്കും ധാരാളം യോഗങ്ങൾ കാണുന്നുണ്ട്. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യവിജയം, മത്സരവിജയം, അംഗീകാരം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സുഹൃത് സമാഗമം, പരീക്ഷാ വിജയം, സ്ഥാനക്കയറ്റം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും യോഗങ്ങൾ കാണുന്നുണ്ട്. പോരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, അഭിപ്രായ വ്യത്യാസം, മനപ്രയാസം, ഇച്ഛാഭംഗം, ദ്രവ്യനാശം, യാത്രാതടസ്സം ഇവയ്ക്കും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള സാധ്യതകളും കാണുന്നു.